വിശേഷം എല്ലാവർക്കും സുഖല്ലേ. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ഒരു യാത്രയുടെ ഒരു വീഡിയോ ആണിത്, ചെറിയ വീഡിയോ ആണ്. ഇത്തരം ധാരാളം വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. നമ്മളെ ഈ ഫാമിലിയിലേക്ക് ആരെങ്കിലൊക്കെ പുതുതായിട്ട് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ പ്രത്യേകം വെൽക്കം ചെയ്യാണ്. ഈ ഊട്ടിയിലെ ടീ ഫാക്ടറി കാണാത്തവരും അറിയാത്തവരും ഉണ്ടാവില്ല. ചായപ്പൊടി അല്ലെങ്കിൽ തേയില എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ആ തേയിലയിൽ നിന്ന് ചായപ്പൊടി എന്ന് പറയുന്ന ചായ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് അത് പരിവർത്തനം ചെയ്യപ്പെടുന്നത് തുടങ്ങിയ ധാരാളം കാര്യങ്ങൾ അറിയാനും കണ്ട് ആസ്വദിക്കാനും പറ്റുന്ന ഒരു സ്ഥലമാണ് ഊട്ടിയിലെ ടീ ഫാക്ടറി എന്ന് പറയുന്നത്. ഊട്ടിയിൽ ധാരാളം 2-3 ടീ ഫാക്ടറികൾ അറിയപ്പെട്ടതുണ്ട്. പക്ഷേ ഊട്ടിയിലെത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അറിയുന്ന എല്ലാ സന്ദർശകർക്ക് മിതമായ ഒരു സാഹചര്യത്തിൽ റേറ്റിൽ നമുക്ക് കാര്യങ്ങൾ അറിയാൻ കഴിയുന്ന ടീ ഫാക്ടറിയാണ് ഈ കാണുന്ന ടീ ഫാക്ടറി. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ അറിയാൻ കഴിയും. ഈ യാത്ര ഇഷ്ടപ്പെടുന്നവരും അതേപോലെ യാത്രയിലെ അനുഭവങ്ങളും എല്ലാവർക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അത്തരം ധാരാളം കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ യാത്ര എന്ന് പറയുമ്പം വെറും ഒരു കാഴ്ച കണ്ടു പോകുന്നതിനപ്പുറം ആ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ പ്രത്യേകമാക്കപ്പെട്ട ചരിത്രങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വിവരങ്ങളും കൂടി പങ്കുവെച്ചുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വീഡിയോ ചെയ്യാറുള്ളത്. ഈ ടീ ഫാക്ടറി എന്ന് പറയുമ്പോൾ ഈ തേയില എന്ന് പറയുന്നത് സാധാരണ കേരളത്തിൽ ഈ ബ്രിട്ടീഷുകാരാണ് അതിൻ്റെ ഈ തൈകൾ നടുന്നതും അതിൻ്റെ കൃഷി അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇവിടെ തുടങ്ങുന്നത്. പിന്നെ അത് കാലക്രമേണ അല്ലെങ്കിൽ കാലം അത്ര കഴിഞ്ഞ ശേഷം ഇത് ഡെവലപ്പായി പല രീതിയിലും കമ്പനികളും ബിനാമികളൊക്കെ ഏറ്റെടുത്ത് അങ്ങനെയാണ് ഇപ്പം കേരളത്തിലെ തേയില കൃഷി അല്ലെങ്കിൽ തേയില സംവിധാനം മുന്നോട്ട് പോകുന്നത്. ബ്രിട്ടീഷുകാർ ഇത്രയും ധാരാളം കാര്യങ്ങൾ കേരളത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ വയനാട്ടിലെയും അതേപോലെ പരിസര പ്രദേശങ്ങളിലേക്ക് തേയിലത്തോട്ടത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരാണ് അതിൻ്റെയൊക്കെ തുടക്കം. പിന്നെ അത് വ്യാപിപ്പിച്ചതും അതിൻ്റേതായ സ്ഥലങ്ങൾ ഏക്കറക്കണക്കിന് അത് ഉണ്ടാക്കിയതൊക്കെ പിന്നെ കാലശേഷം വന്നതാണ്. അതിൻ്റെ ഒരു രീതി ആ രീതി ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പഠിപ്പിച്ചത് തുടക്കമിട്ടത് ബ്രിട്ടീഷുകാരാണെന്നും പറയാൻ കഴിയും. ഇവിടെ ഈ ഊട്ടിയിലെ ടീ ഫാക്ടറിയിൽ ഒരു തേയിലയിൽ നിന്ന് അല്ലെങ്കിൽ ആ ചെടിയിൽ നിന്ന് ആ ഇല നുള്ളി അല്ലെങ്കിൽ അതിൻ്റെ ആ ജോലിക്കാരത് നുള്ളി ചായപ്പൊടി ആകുന്നത് വരെയുള്ള പ്രോസസ്സിങ്, ആ ഒരു സംവിധാനം, ആ ഒരു പ്രവർത്തനം എന്തൊക്കെയാണെന്നാണ് ഇവിടെ കാണാനുള്ളത്. ഇതിപ്പം ഈ കാണുന്നത് തേയില നുള്ളിയതിന് ശേഷം അവിടെ അവർ അതിൻ്റെ ജലാംശം വറ്റിക്കാൻ വേണ്ടി ഒരു അടിയിൽ നല്ല ചൂട് കൊടുത്തിട്ട് അത് വറ്റിക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണ്. അത് പ്രത്യേക ഒരു തരത്തിൽ അളവിൽ പ്രത്യേക സമയത്ത് ഈ കാണുന്ന ഇപ്പോൾ പരത്തിയിട്ടിരിക്കുന്ന ഈ കാണുന്ന ഈ പാത്രത്തിൽ നിന്ന് ഈ മുകളിൽ കാണുന്ന ഈ തട്ടുപോലുള്ള ഈ പാത്രം ഇത് അടിയിൽ കറങ്ങുന്ന മെഷീനിലേക്ക് വീഴുകയാണ് ചെയ്യുന്നത്. ഇത് യന്ത്രപരമായി അല്ലെങ്കിൽ സജ്ജീകരണങ്ങൾക്കനുസരിച്ച്, അതായത് നമ്മൾ ഈ തേയില ഇല നിരന്തരം അതിലേക്ക് നമ്മൾ വീഴാൻ പാടില്ല. പക്ഷെ അത് കൃത്യമായ സമയത്ത് മാത്രമാണ് ഇത് അതിലേക്ക് വന്ന് വീഴുന്നത്. അത് കഴിഞ്ഞ് അതിനെ ജലാംശം വറ്റിച്ച് പിന്നെ അതിനെ ഉണക്കി പൊടിക്കുന്ന രീതിയാണ് പിന്നെ കാണുന്നത്. ഈ കാണുന്നത് ആ പച്ച ഇലയെ അതിന് ജലാംശം വറ്റിച്ചതിന് ശേഷം അത് പൊടിക്കാൻ വേണ്ടി ഈ ഒരു കൊയലിലേക്ക് പോകുന്ന ഒരു രീതിയാണ്. ഇവിടെ നിന്നാണ് പിന്നെ ചായപ്പൊടി ആകാനുള്ള അതിൻ്റെ പ്രോസസ്സിങ് നടക്കുന്നത്. അതിനുശേഷം പിന്നെയും അത് അളവിൽ മാറ്റം വരുത്തുന്നുണ്ട്. അതായത് ചായൻ്റെ പൊടിയുടെ വലുപ്പം ഒന്ന് ചിലപ്പോൾ ഈ ഗ്രീൻ ടീ എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ മസാല ടീ എന്നൊക്കെ പറയുന്ന നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ധാരാളം ഇനം ഇതൊക്കെ അതിൻ്റെ ഫ്ലേവർ ചേർത്തുകൊണ്ട് അവർ ചെയ്യുന്നതാണ്. നല്ല തരി രൂപത്തിൽ നല്ല പൊടി പോലെ പൗഡർ പോലെ ഉണ്ടാകുന്ന ഒരു തരമുണ്ട്. ഒന്നും കൂടി ഗരമായിട്ട് കുറച്ച് അല്പം കട്ടിയിൽ വരുന്നതുണ്ട്, അതിനേക്കാളും കട്ടിയിൽ വേറെ വരുന്നതുണ്ട്. പിന്നെ അതിൻ്റെ ഇല ഒരു ചുരുങ്ങിയ രീതിയിൽ ഒന്ന് ഉണങ്ങിയ രൂപത്തിൽ വരുന്ന ചായപ്പൊടി ഇങ്ങനെയുണ്ട്. ഇങ്ങനെ പല രൂപത്തിലാണ് ഇതിവിടെ ഈ ഫാക്ടറിയിൽ ചെയ്യുന്നത്. ഇത് നേരിട്ട് കാണാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ ഈ ടീ ഫാക്ടറിയിലേക്ക് വരുന്നത്. അവസാനം ഇത് പാക്കറ്റാക്കുന്നതും അതിനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഊട്ടിയിലെ ടീ ഫാക്ടറിയിൽ എന്നല്ല, അതെല്ലായിടത്തും ഉണ്ടാകും. ഇവിടെ മലയാളത്തിലും അതേപോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും അതുപോലെ തമിഴിലൊക്കെ ഈ ചായപ്പൊടി ഉണ്ടാക്കുന്ന രീതികൾ, അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള പ്രോസസ്സിംഗ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവിടെ പറയുന്നത്. ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ശരി, പിന്നെ കാണാം.